അടുത്ത എക്സസൈസിൽ നമുക്ക് ആദ്യം കുറച്ച് ഫോർമുലാസ് ആണ് പഠിക്കേണ്ടത്. സിമ്പിൾ ഫോർമുലാസ് ആണ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ഫോർമുലാസ് ആണ്. നോട്ട് ചെയ്യാവുന്ന സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്. കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ നമ്മൾ ആദ്യം പഠിച്ച പ്രിൻസിപ്പൽ റേഞ്ചിൽ വരണം. സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ റേഞ്ച് ഏതായിരുന്നു? ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 π/2. അടുത്തത് കോസ് ഇൻവേഴ്സ് കോസ് എക്സ്, അതും എക്സ് ആണ്. കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ പഠിച്ച പ്രിൻസിപ്പൽ റേഞ്ച് ക്ലോസ് ഇന്റർവെൽ 0π. അടുത്തത് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ്, അതും എക്സ് ആണ്. കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ വരണം -π/2 π/2. പിടികിടുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അടുത്തത് കൊസീക് ഇൻവേഴ്സ് കൊസീക് എക്സ്, കൊസീക് ഇൻവേഴ്സ് കൊസീക് എക്സ് ഈക്വൽ ടു എക്സ്. കണ്ടീഷൻ ഉണ്ട്. അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ വരണം. ഏതാണത്? -π/2 to π/2. പക്ഷെ ആര് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. അടുത്തത് സീക്ക് ഇൻവേഴ്സ് സീക്ക് എക്സ് ഈക്വൽ ടു എക്സ്. കണ്ടീഷൻ ഉണ്ട്. ഏതിൽ വരണം? അത് നമ്മുടെ കൊസീക്കിന്റെ 0π. അതിൽ ആര് വരാൻ പാടില്ല? π/2 വരാൻ പാടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ കൊസീക്ക്, ഇതിപ്പോ പഠിക്കാനായിട്ട് ഡൗട്ട് തോന്നുവാണെങ്കിൽ കൊസീക്ക് ആരുടെ റെസിപ്രോക്കലാണ്? സൈനിന്റെതാണ്. സൈനിന്റെ എന്തായിരുന്നു? -π/2 π/2. ശരിയല്ലേ? അതിൽ നിന്ന് നടുക്കുള്ളതിനെ മാറ്റും. -π/2നും π/2നും -90ക്കും 90ക്കും നടുക്കാരാണ്. ഓഫ് കോഴ്സ് 0 ആണ്. ശരിയല്ലേ? അതൊന്ന് നടുക്കുള്ളത് മാറ്റും. 0നെ മാറ്റും. അതുപോലെ സീക്ക് ഇൻവേഴ്സ്, സീക്ക് ആരുടെ റെസിപ്രോക്കലാണ്? കോസിന്റെതാണ്. കോസിന് എന്തായിരുന്നു? ക്ലോസ് ഇന്റർവെൽ 0π. ഇപ്പൊ ക്ലോസ് ഇന്റർവെൽ 0π. 0π എന്ന് പറഞ്ഞാൽ 0 180. അതിന്റെ നടുക്കാരാണ് π/2 90 ആണ്. ശരിയല്ലേ? അപ്പൊ ആ 90 അങ്ങ് മാറ്റും. അങ്ങനെ ഓർത്തിരുന്നാലും മതി, പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ അതാണ് എനിക്കൊന്ന് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അടുത്ത കോട്ട് ഇൻവേഴ്സ് കോട്ട് എക്സ് ഈക്വൽ ടു എക്സ്. എന്താണ് അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്? ഏതിൽ എലമെന്റ് ആയിരിക്കണം? 0π. ഇപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദിക്കാൻ കൂടുതലും സാധ്യത ഉള്ളത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ കൂടുതലും സാധ്യതയുള്ളത്. 2 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. 1 2 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ഫോർമുലാസ് എല്ലാവരും നോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഫോർമുല ഒന്നും ഇല്ലല്ലേ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അങ്ങനെ പക്ഷെ ഇതാണ് ഇമ്പോർട്ടന്റ്. എക്സ് ഇതിൽ എലമെന്റ് ആയിരിക്കണം, എന്നാലേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. എക്സ് ഇതിൽ എലമെന്റ് ആയിരിക്കണം, എന്നാലേ ഇത് എഴുതാൻ പറ്റുള്ളൂ. ഇതിൽ എലമെന്റ് ആയിരിക്കണം, എന്നാലേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? എന്താണ് സംഭവം? അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ഒന്നാമത്തത് സൈൻ ഇൻവേഴ്സ് സൈൻ π/3. സൈൻ ഇൻവേഴ്സ് സൈൻ π/3. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. നമുക്ക് എക്സ് ആണെന്ന് അറിയാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കാനുള്ളത്. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിന് വരെ ഇവിടെ എത്രയാണ്? π/3 ആണ്. സൈൻ ഇൻവേഴ്സ് സൈൻ π/3 നമുക്ക് എന്തെന്ന് എഴുതാം? π/3 എന്ന് എഴുതാം. പക്ഷെ നോക്ക്, നിങ്ങൾ ചെക്ക് ചെയ്യുക. എലമെന്റ് ഓഫ് അതായതിലായിരിക്കണം? -π/2നും π/2നും ഇടയ്ക്ക് തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ഒരു ഇന്റർവെല്ലിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. π/3 എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി. ഇത് -90 90. -90ക്കും 90ക്കും ഇടയ്ക്കല്ലേ 60 ഡിഗ്രി വരുന്നത്? തന്നെയാണ്. അപ്പോ ഇത് നിങ്ങൾക്ക് കണ്ണും പൂട്ടി അവിടെ എഴുതാമെന്നുള്ള കാര്യമേ ഉള്ളൂ. അപ്പൊ അത് ഓക്കെയാണ്. അത് വലിയ പാടുള്ള കാര്യമല്ല. ആൻസർ എത്ര എന്ന് വരും? π/3 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5. സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5. നമ്മുടെ ഫോർമുല അനുസരിച്ചാണെങ്കിൽ ഈക്വൽ ടു എത്ര എന്നാണ് വരേണ്ടത്? 3π/5 എന്നാണ് വരേണ്ടത്. കാരണം സൈഡിൽ നിന്ന് ഫോർമുലയും കൂടെ എഴുതിക്കോളെ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്.
എലമെന്റ് ഓഫ് ഏതായിരിക്കണം? മൈനസ് പൈ ബൈ ടുവിനും പൈ ബൈ ടുവിനും ഇടയ്ക്കായിരിക്കണം നോക്കണം. 3π/5 മൈനസ് 90ക്കും 90ക്കും ഇടയ്ക്കാണോ നോക്കി. 3 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 180/5 കട്ട് ചെയ്യുമ്പോ 3 30 ഇത് 6 36 ഇൻറ്റു 3 36 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 108 108 എന്ന് വരും. അത് ഇതിനിടയ്ക്കാണോ? മൈനസ് 90ക്ക് 90ക്ക് ഇടയ്ക്കാണോ? 90 കഴിഞ്ഞല്ലേ 108 ഒക്കെ വരുന്നത്. അപ്പൊ ഇതിനിടയ്ക്കല്ല. അപ്പൊ നമുക്ക് ഇത് എഴുതാൻ പറ്റില്ല, ഈ വാല്യൂ എഴുതാൻ പറ്റില്ല. 3π/5 എന്ന് പറയുന്ന വാല്യൂ എഴുതാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അപ്പൊ അവിടെയാണ് നിങ്ങൾ പ്ലസ് വണ്ണിലെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. പ്ലസ് വണ്ണിലെ കൺസെപ്റ്റ് ട്രിഗണോമെട്രി നിങ്ങളെ ഞാനല്ലേ പഠിപ്പിച്ചത്. ട്രിഗണോമെട്രി ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. അവിടെ നിങ്ങള് ആ ഒരു കൺസെപ്റ്റ് ഞാൻ ഇനി മാറി പഠിപ്പിക്കണം. ഇത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മൾ പഠിച്ച കോഡ് എന്തായിരുന്നു? ഓൾ സിൽവർ ടീ കപ്സ്. ഓൾ സിൽവർ ടീ കപ്സ്. ആദ്യത്തെ ഇതിൽ ഓൾ, അതായത് എല്ലാരും പോസിറ്റീവ്. സൈന്, കോസ്, ടാന്, കോട്ട്, കൊസീക്ക്, സീക്ക് എല്ലാരും പോസിറ്റീവ്. അടുത്ത സിൽവർ, അതിൽ ആദ്യത്തെ പാർട്ട് മാത്രം എടുക്കുക. എസ്, സൈനും പോസിറ്റീവ്, അതിന്റെ റെസിപ്രോക്കൽ കൊസീക്കും പോസിറ്റീവ്. അടുത്ത മൂന്നാമത്തെ ടാൻ, ടി, ടാൻ, ടാൻ എടുക്കുക. ടാൻ പോസിറ്റീവ്, അതിന്റെ റെസിപ്രോക്കൽ കോട്ടും പോസിറ്റീവ്. നാലാമത്തെ ക്വാഡ്രന്റില് സി, കോസ് പോസിറ്റീവ്, അതുപോലെ അതിന്റെ റെസിപ്രോക്കൽ സീക്കും പോസിറ്റീവ്. ബാക്കിയുള്ള എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാം നെഗറ്റീവ്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. അടുത്തത് പൈ മൈനസും പൈ പ്ലസും 2π മൈനസും 2π പ്ലസും ആംഗിൾ വരികയാണെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ്? സെയിം ഫംഗ്ഷൻ. പഠിക്കുന്നുണ്ടോ എല്ലാവരും? നമ്മൾ പഠിച്ചായിരുന്നോ? പൈ മൈനസ് പൈ പ്ലസ് 2π മൈനസ് 2π പ്ലസ് വരികയാണെങ്കിൽ സെയിം ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈൻ പൈ മൈനസ് തീറ്റ, സൈൻ പൈ മൈനസ് തീറ്റ. ഇതാണ് 0, ഇത് π/2, ഇത് പൈ, ഇത് 3π/2, ഇവിടെ 2π. പൈ മൈനസ് എന്ന് പറഞ്ഞാൽ പൈയിൽ നിന്ന് പുറകിലോട്ട്. പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ പൈയിൽ നിന്ന് മുന്നിലോട്ട്. പൈ മൈനസ് എന്ന് പറഞ്ഞാൽ ഏത് ഓർഡറിൽ വരും? പൈ മൈനസ് എന്ന് പറഞ്ഞാൽ ഏത് ഓർഡറിൽ വരും? സെക്കൻഡ് ക്വാഡ്രന്റ്. ക്വാഡ്രന്റ് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് വരുന്നത് പൈ മൈനസ് എന്ന് പറഞ്ഞത്. ഇനി അവിടെ തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കും. ഏതാണ്? സൈൻ ആണ്. സൈൻ ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ അത് പോസിറ്റീവ് ആണ്. അടുത്ത ഞാൻ പറഞ്ഞായിരുന്നു പൈ മൈനസ് പൈ പ്ലസ് 2π മൈനസ് 2π പ്ലസ് വരികയാണെങ്കിൽ എന്താണ്? സെയിം ഫംഗ്ഷൻ. സെയിം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ എന്ത് തന്നെ ആയിരിക്കും? സൈൻ തന്നെ ആയിരിക്കും. അടുത്ത ആംഗിൾ ഏതാണ് നോക്ക്. ആംഗിൾ ഏതാണ്? തീറ്റ. അപ്പൊ എന്തെന്ന് വരും? സൈൻ തീറ്റ എന്ന് വരും. എന്തെന്ന് വരും? അത് സൈൻ തീറ്റ എന്ന് വരും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോസ് പൈ പ്ലസ് തീറ്റ. കോസ് പൈ പ്ലസ് തീറ്റ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? 3 സ്റ്റെപ്പ് ഞാൻ പഠിപ്പിച്ചായിരുന്നു നിങ്ങളത്. ആദ്യം ക്വാഡ്രന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. പൈ പ്ലസ്, ഇവിടെയാണ് പൈ. പൈ പ്ലസ് ചെയ്യുമ്പോൾ എവിടെ ഏത് ക്വാഡ്രന്റ് വരും? തേർഡ് ക്വാഡ്രന്റ് വരും. ഏത് ക്വാഡ്രന്റ് വരും? തേർഡ് ക്വാഡ്രന്റ് വരും. അപ്പൊ ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്യും. അവിടെ ഈ ഫംഗ്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആലോചിക്കും. കോസ് തേർഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കോസ് തേർഡ് ക്വാഡ്രന്റിൽ ഓഫ് കോഴ്സ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ മൈനസ് ഇട്ടു. ഞാൻ പറഞ്ഞത് പൈ മൈനസ് പൈ പ്ലസ് 2π മൈനസ് 2π പ്ലസ് വരികയാണെങ്കിൽ സെയിം ഫംഗ്ഷൻ. സെയിം ഫംഗ്ഷൻ ഏത് തന്നെ വരും? കോസ് തന്നെ വരും. ഇനി അടുത്തത് ആംഗിൾ ഏതാണെന്ന് നോക്കാം. ആംഗിൾ ഏതാണ്? തീറ്റ. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? മൈനസ് കോസ് തീറ്റ. ഇനി പറയുകയാണെങ്കിൽ ടാൻ 2π മൈനസ് തീറ്റ. ടാൻ 2π മൈനസ് തീറ്റ. ഇതാണ് നമ്മുടെ ക്വാഡ്രന്റ് ഏതാണെന്ന് നോക്കുക. ഇതാണ് നമ്മുടെ 2π. 2π മൈനസ് എന്ന് പറഞ്ഞാൽ പുറകിലോട്ട്. ഏത് ക്വാഡ്രന്റിൽ വരും? ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റില് ടാൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആലോചിക്കും. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. അപ്പൊ ടാൻ നെഗറ്റീവ് ആണ്. പൈ മൈനസ് പൈ പ്ലസ് 2π മൈനസ് 2π പ്ലസ് വരികയാണെങ്കിൽ സെയിം ഫംഗ്ഷൻ ടാൻ തന്നെ. അടുത്ത ആംഗിൾ ഏതാണെന്ന് എഴുതുക. തീറ്റ. അപ്പൊ എന്തെന്ന് വരും? അത് മൈനസ് ടാൻ തീറ്റ.
അടുത്തത് π/2 മൈനസ് π/2 പ്ലസ് 3π/2 3π/2 മൈനസ് 3π/2 പ്ലസ് 3π/2 അല്ലേ, അത് 2π/3 ആണോ? 3π/2 എന്ന് പറഞ്ഞാൽ 3 × 180/2. ഓക്കെ, 3π/2 3π/2 മൈനസ് 3π/2 പ്ലസ് വരെയാണെങ്കിൽ കോ ഫംഗ്ഷൻ π/2 മൈനസ് π/2 പ്ലസ് 3π/2 മൈനസ് 3π/2 പ്ലസ് വരെയാണെങ്കിൽ കോ ഫംഗ്ഷൻ. എന്താണ് കോ ഫംഗ്ഷൻ? സൈൻ ആരായി മാറും? സൈൻ കോസ് ആയിട്ട് മാറും, കോസ് സൈൻ ആയിട്ട് മാറും, ടാൻ ആണെങ്കിൽ കോട്ടായിട്ട് മാറും, കോട്ടാണെങ്കിൽ ടാൻ ആയിട്ട് മാറും, കൊസീക്ക് ആണെങ്കിൽ സീക്ക് ആയിട്ട് മാറും, സീക്ക് ആണെങ്കിൽ കൊസീക്ക് ആയിട്ട് മാറും. അതാണ് കോ ഫംഗ്ഷൻസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈൻ π/2 പ്ലസ് തീറ്റ. സ്റ്റെപ്സ് സെയിം ആണ്, ക്വാഡ്രന്റ് ഏതാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ് π/2. π/2 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് വരും? സെക്കൻഡ് ക്വാഡ്രന്റ് വരും. സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈൻ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? സൈൻ അവിടെ പോസിറ്റീവ് ആണ്. പ്ലസ് π/2 മൈനസ് π/2 പ്ലസ് വരെയാണെങ്കിൽ കോ ഫംഗ്ഷൻ. സൈനിന്റെ കോ ഫംഗ്ഷൻ എന്താണെന്ന് ആലോചിക്കും. സൈനിന്റെ കോ ഫംഗ്ഷൻ എന്താണ്? കോസ്. അപ്പൊ സൈൻ എന്തായി മാറും? കോസ് ആയി മാറും. അടുത്ത ആംഗിൾ ഏതാണെന്ന് നോക്കാം. ആംഗിൾ ഏതാണ്? തീറ്റ. അതിന്റെ ആൻസർ എന്താണ്? കോസ് തീറ്റ. അപ്പൊ എല്ലാവർക്കും ഇത് ഓർമ്മ ഉണ്ടല്ലോ. ഇത് നമ്മൾ പ്ലസ് 1 പഠിച്ച കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിവിടെ ആവശ്യമുണ്ട് നമുക്ക്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യനിലോട്ട് വരാം നമുക്ക്. അപ്പൊ ഇത് ഇതിനിടയ്ക്കല്ല അല്ലെ. അപ്പൊ ഇതുവരെയായി നമ്മള് കിട്ടിയത്. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ ഈ 3π/5 ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. 3π/5 നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിലെ വാല്യൂ എടുക്കും. ഏതാണ്? 5. അതിൻ്റെ കൂടെ ഒരു പൈയും കൂടെ കൊടുക്കും. അതിനോട് ഒരു പൈയും കൂടെ കൊടുക്കും. അപ്പൊ 5π. 5πയിൽ നിന്ന് എത്ര കുറച്ചാലാണ് നിങ്ങൾക്ക് 3π കിട്ടുക എന്ന് ആലോചിക്കും. 5πയിൽ നിന്ന് എത്ര കുറച്ചാലാണ് 3π? എത്ര കുറച്ചാലാണ് 3π? 2π കുറച്ചാലാണ് 3π കിട്ടുന്നത്. ഡിവൈഡ് ബൈ എന്നുണ്ട് 5. അതായത് ഈ 3πക്ക് പകരം നമ്മൾ എന്ത് എഴുതിയെന്നേ ഉള്ളൂ? 5π മൈനസ് 2π എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഈ 3πക്ക് പകരം നമ്മൾ എന്ത് എഴുതിയെന്നേ ഉള്ളൂ? 5π മൈനസ് 2π എന്ന് എഴുതിയെന്നേ ഉള്ളൂ. പിടികിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. 5π മൈനസ് 2. ഇതിനി തിരിച്ച് കുറച്ചിട്ട് 3π/5 എന്ന് വീണ്ടും എഴുതരുത്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. a പ്ലസ് ബി ബൈ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാന്? a/c പ്ലസ് b/c. അപ്പൊ 5π/5 മൈനസ് 2π/5. 5 കട്ട് ചെയ്തു എന്തെന്ന് വരും? π മൈനസ് 2π/5 എന്ന് വരും. ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ ഡിനോമിനേറ്റർ എടുത്തു, അതിനോട് പൈ കൊടുത്തു. 3π കിട്ടാനായിട്ട് 5πയിൽ നിന്ന് എത്ര കുറയ്ക്കണം എന്ന് ആലോചിക്കും. അപ്പൊ 5πയിൽ നിന്ന് 2π കുറച്ചാലാണ് 3π വരുന്നത്. ഡിനോമിനേറ്റർ അതേപോലെ തന്നെ. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ എഴുതും. അപ്പൊ സൈൻ 3π/5 നമുക്ക് എങ്ങനെ എഴുതാം? π മൈനസ് 2π/5. ഇതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 5 × π 5π മൈനസ് 2π 3π ഡിവൈഡഡ് ബൈ 3π/5 കിട്ടുന്നുണ്ട്. ഈക്വൽ ടു, ഇനി നിങ്ങള് സൈൻ ഇൻവേഴ്സ് സൈൻ π മൈനസ് 2π/5 സൈൻ π മൈനസ് 2π/5 നമ്മുടെ ക്വാഡ്രന്റിന്റെ ആൻസർ. ആദ്യം π മൈനസ് എന്ന് പറഞ്ഞ ഇവിടെയാണ് π മൈനസ് എന്ന് പറഞ്ഞാൽ പുറകിലോട്ട് ഏത് ക്വാഡ്രന്റ് വരും? സെക്കൻഡ് ക്വാഡ്രന്റ് വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സൈൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. പ്ലസ് π മൈനസ് π പ്ലസ് 2π മൈനസ് 2π പ്ലസ് വരെയാണെങ്കിൽ സെയിം ഫംഗ്ഷൻ ഏതാണ്? സൈൻ തന്നെ വരും. അടുത്ത ആംഗിൾ ഏതാണെന്ന് നോക്കാം. ഇവിടെ തീറ്റയ്ക്ക് വരെ ആംഗിൾ ഏതാണ്? 2π/5. തീറ്റയ്ക്ക് വരെ ആംഗിൾ ഏതാണ്? 2π/5. അപ്പൊ സൈൻ π മൈനസ് 2π/5 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 2π/5 തന്നെയാണ്. എന്ത് തന്നെയാണ്? 2π/5 തന്നെയാണ്. അപ്പൊ സൈൻ 2π/5. അപ്പൊ വീണ്ടും നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്നുള്ള രീതിയിൽ വന്നു. അത് നമുക്കൊന്ന് എക്സ് എന്ന് എഴുതി നോക്കാം. എന്നിട്ട് നമ്മുടെ റേഞ്ചിനകത്ത് വരുന്ന നോക്കാം. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിന് നമുക്ക് എക്സ് എന്ന് എഴുതി നോക്കാം. അതായത് സൈൻ ഇൻവേഴ്സ് സൈൻ 2π/5 നമുക്ക് എന്തെന്ന് എഴുതി നോക്കാം? 2π/5 എന്ന് എഴുതി നോക്കാം. അത് നമ്മുടെ റേഞ്ചിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. -π/2 π/2 എന്ന് പറയുന്ന റേഞ്ചിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതെന്തായാലും വരും.
ചെക്ക് ചെയ്ത് നോക്കിയേ. 2π എന്ന് പറഞ്ഞാൽ 2 into 180, 2 into 180 by 5 കട്ട് ചെയ്ത് വരുമ്പോ 3, 6. 2 into 32 എന്ന് പറയുന്നത് എത്രയെന്ന് വരും? 72 എന്ന് വരും. 72 എന്ന് പറയുന്നത് -90ക്ക് 90ക്ക് ഇടയ്ക്കല്ലേ? അപ്പൊ ഇതാണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ് ആൻസർ? 2π/5 ആണ് നിങ്ങളുടെ ആൻസർ. അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ഈ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്ന എക്സ് എന്ന് എഴുതുമ്പോ ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ അതിൽ വരില്ല അത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഇതിനെ ഈ ഒരു രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചത്. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. അത് നമ്മുടെ +1 കാര്യമാണ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ കണ്ടുപിടിക്കുക. എന്നിട്ട് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫോമിൽ യൂസ് ചെയ്യുക. അപ്പൊ അവിടെ അത് കറക്റ്റ് ആയിട്ട് അവിടെ വരും. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അതിനെ ചെയ്യേണ്ടത്. ഒന്ന് നോട്ട് ചെയ്ത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പെട്ടെന്ന് പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്, നോട്ട് ചെയ്യുക. സൈൻ ഇൻവേഴ്സ് സൈൻ 4π/5. സൈൻ ഇൻവേഴ്സ് സൈൻ 4π/5. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, നമുക്ക് എക്സ് ആണെന്ന് അറിയാം. അപ്പൊ അതുപോലെ 4π/5 വരുന്നുണ്ടോ നോക്കണം. എലമെന്റ് ഓഫ് -π/2നും π/2നും ഇടയ്ക്കാണെന്ന് നോക്കാം. അപ്പോ 4π/5 4 into 180/5 കട്ട് ചെയ്യുമ്പോ 36 into 4 36 into 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24, 2, 12, 144 ആ റേഞ്ചിൽ വലുതാ വരുന്നത്. -90ക്ക് 90ക്ക് ഇടയ്ക്കല്ലേ, അത് കഴിഞ്ഞ് പോവാണ്. അപ്പൊ ഇതിങ്ങനെ എന്തായാലും എഴുതാൻ പറ്റില്ല. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ 4π/5 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം നേരത്തെ പോലെ. ആ 4π/5 നിങ്ങൾ എടുക്കും. ഡിനോമിനേറ്റർ എന്താണ്? 5 ആണ്. 5π മൈനസ് 5πയുടെ കൂടെ എത്ര കുറച്ചാലാണ് 4π കിട്ടുന്നത്? ഒരു π കുറച്ചാലാണ് 4π കിട്ടുന്നത്. ശരിയല്ലേ? 5π മൈനസ് π അല്ലേ 4π എന്ന് പറയുന്നത്? ബൈ 5. ഇനി സ്പ്ലിറ്റ് ചെയ്യാം. 5π/5 മൈനസ് π/5. ഇത് കട്ട് ചെയ്ത് പോകുമ്പോ എന്താന്ന് വരും? അത് π മൈനസ് π/5 എന്ന് വരും. എന്താന്ന് വരും? അത് π മൈനസ് π/5. അപ്പോ π മൈനസ് π/5. ഇനി സൈൻ π മൈനസ് π/5 കണ്ടുപിടിക്കും. സൈൻ π മൈനസ് π/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ മൈനസ് ഏത് കോർഡിനാണ്? സെക്കൻഡ് കോർഡിനേറ്റ് തന്നെയാണ്. അവിടെ സൈൻ പോസിറ്റീവ് അല്ലേ? പ്ലസ് π മൈനസ് π പ്ലസ് വരെയാണ് ഈ സെയിം ഫംഗ്ഷൻ. സൈൻ തന്നെ വരും. ആംഗിൾ ഏതാണ്? ആംഗിൾ ഏതാണ്? π/5. അപ്പൊ എന്താന്ന് വരുന്നത്? സൈൻ ഇൻവേഴ്സ് സൈൻ π/5. ഇനി സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ് എന്ന് എഴുതാം. സൈൻ ഇൻവേഴ്സ് സൈൻ π/5 ഈക്വൽ ടു π/5. അത് ഏതിനകത്ത് വരും? -π/2നും π/2നകത്ത് വരും. എന്തായാലും π/5 എന്ന് പറയുന്നത് അതിനകത്ത് എന്തായാലും വരും. അതൊന്ന് കണ്ടുപിടിച്ച് നോക്കും. അപ്പൊ സമയം കഴിഞ്ഞു പോയി. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇന്നത്തേക്ക് ഞാൻ എന്തായാലും ഇതിന് നിർത്തുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ അടുത്ത ക്ലാസ്സിൽ പറയും. ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ട് തന്നെയാണ് അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് ചെയ്ത് നോക്കല്ലേ? നന്നായിട്ട് ചെയ്ത് നോക്കാൻ മനസ്സിലാക്കുക. ഡൗട്ടുള്ളവർ ചോദിക്കും.